വീട്ടിൽ ചെന്നിട്ട് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആരൊക്കെയോ 10, 20, 30 ലക്ഷം വാങ്ങിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് സെറ്റാവല്ലേ? എനിക്കും ഇതുപോലെ ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി, എനിക്കും ഇതേപോലെ നേടാൻ പറ്റുമെന്ന് ചെറിയൊരു വിശ്വാസം കിട്ടും. റൈറ്റ്? ശരിയാണല്ലോ. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് ഊതി വീർപ്പിച്ച് ബലൂണുമായി വീട്ടിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യും? രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മളോട് തന്നെ ചോദിച്ചിരിക്കും, ഇതെല്ലാം നടക്കുന്നു. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വന്നിരുന്ന് നമ്മൾ എന്തായാലും ഒക്കെ തീരുമാനം. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചോദിച്ചു വല്ലതും കിട്ടാനുണ്ട? ഇല്ല. അതെ, കിട്ടും, നടക്കുമെന്ന വിശ്വാസത്തോടു കൂടി ആ തീരുമാനം എടുത്ത് ഉറങ്ങാൻ കഴിയും. രാവിലെ എന്തോ പുതിയതെല്ലാം നേടാനുണ്ടെന്ന് ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങളുടെ മീറ്റിംഗിൽ കയറി ഇരുന്ന് എവിടൊക്കെയാണ് തെറ്റിയത്, എവിടൊക്കെയാണ് ശരിയാക്കേണ്ടതെന്ന് പഠിക്കുക. ഇനി രാവിലെ നിങ്ങളെ തീരുമാനമെടുത്ത് സൂം മീറ്റിംഗിൽ കയറാൻ പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതുണ്ട്. മീറ്റിംഗിൽ കയറുന്നത് ഒന്നും ചെയ്യേണ്ടോ, ഞാൻ തീരുമാനമെടുത്തു, ഞാൻ പഠിക്കാൻ റെഡിയാണ്, എനിക്ക് 2 കോടി വേണം എന്ന ഉറച്ച തീരുമാനമാണെങ്കിൽ നാളെ രാവിലെ എഴുന്നേച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? രാവിലെ എഴുന്നേറ്റ് ആദ്യം എന്താ ചെയ്യാ? ബ്രഷ് ചെയ്യും, അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, രാവിലെ ആരെ എഴുന്നേൽക്കണേ? കോടീശ്വരാവണമാണാവാം, അല്ലേ? പക്ഷേ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രഷ് എടുത്തു. ബ്രഷ് എടുത്തിട്ട് അതിന്റെ തുഞ്ചത്തൊക്കെ നോക്കിയപ്പോഴാണ് കോടീശ്വരന്റെ ബ്രഷാ. എന്താ അവസ്ഥ? കോടീശ്വരന്റെ ബ്രഷ് പെറ്റ തള്ള സഹിക്കല കണ്ട. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഇന്ന് ഇവിടുന്ന് പോകുമ്പോ ഒരു 25 രൂപ കൊടുത്ത് നല്ലൊരു ബ്രഷ് അങ്ങനെ മേടിക്കാം. എന്തിനാ? നമ്മൾ ആദ്യം രാവിലെ തന്നെ എന്തിനാ? പോസിറ്റീവ് എനർജി അവിടെ കാണുന്ന ദാരിദ്ര്യം. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ബ്രഷ് മേടിക്കും. 2, ഈ ബ്രഷിലേക്കുള്ള പേസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോ ചിലരുടെ പേസ്റ്റ് കണ്ടാല് ഈ വാതിന്റെ ഇടലൊക്കെ നീക്കി അമ്മിക്കില്ലാന്നുകൊണ്ടല്ലേ തിരിച്ച് പിഴിഞ്ഞ് ദയവ് ചെയ്ത് അതിന്റെ 5% അതിൽ ഇരുന്നോട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ എന്താണ്? രാവിലെ എഴുന്നേറ്റ് പോലീസിന്റെ പണി എന്താ? ഈ ട്യൂബ് തിരിക്കല. അതിൽ നിന്ന് ബാക്കിയുള്ള ശ്വാസം ഒരു അവസാനത്തത് പോലും പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കും. ദയവ് ചെയ്ത് കോടീശ്വരന്മാർ അത് ചെയ്യരുത്. നമ്മൾ രാവിലെ തന്നെ ദാരിദ്ര്യം കൊണ്ടുവരാന്നേ, അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് ബാത്റൂമിൽ ചെല്ലുമ്പോൾ കാണാം പൊട്ടിയ കപ്പ്, പൊട്ടിയ ബക്കറ്റ്, വെള്ളം പിടിച്ചാൽ 3/4 ഭാഗം പുറത്തേക്ക്, അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ചെറിയ